അല്ലാമ ഇബ്നു റജബ് അൽ ഹംബലി തങ്ങൾ പറയാണ്, യാ അബ്ദല്ലാഹ്, മുഅ്മിനീങ്ങളെ, ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻ. ഹിക്മത്താണ്. യാ അല്ലാഹ്, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. Whoever is bestowed with wisdom, they have been given abundance goodness. ഇത് words of wisdom, മനോഹരമായ തത്വവചനങ്ങളാണ് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി പറയുന്നത്. എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, വഅബ്ദുല്ലാഹ് ലിമുറാദിഹി മിൻക. അല്ലാഹു എന്തിനാണോ നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ അള്ളാന്റെ മുറാദ് ഏതാണോ ആ മുറാദിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്യ്. ലാ ലിമുറാദിക മിൻഹു, നിനക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല നീ ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു കാര്യം നേടാനുണ്ടെങ്കിൽ വല്ലാത്ത ഇബാദത്ത്, കാര്യം നേടിയാൽ അങ്ങ് നിർത്തിപ്പോവും. ഒരു കാര്യം നേടാൻ നമ്മൾ ഖുർആൻ ഓത്, ഒരു കുഴപ്പമില്ല, നല്ല തന്നെയാണ്. പക്ഷേ കാര്യം സാധ്യമായാലും അത് കൊണ്ടു നടക്കണം. അല്ലാഹുവിന്റെ ദാസനെ, വഅബ്ദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. ചില ആളുകൾ പറയും, എനിക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത് എൻ്റെ ഇബാദത്ത് കൊണ്ടാണ്, എൻ്റെ ബിസിനസ് നല്ല നിലക്ക് പോകുന്നത് ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ടാണ്, ഉംറ കൊണ്ടാണ്. എനിക്ക് അല്ലാഹു സൗകര്യങ്ങൾ തന്നത് എന്നെ അല്ലാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അല്ലാഹു എങ്ങാനും ഒരു രോഗമോ ഒരു പരീക്ഷണമോ കൊടുത്താൽ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടും. അവരൊരിക്കലും പിന്നെ റബ്ബിലേക്ക് വരില്ല. വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ചില ആളുകൾ തെല്ലിൽ നിന്നുകൊണ്ട്, വക്കിൽ നിന്ന്, എഡ്ജിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. കാര്യം നേടാൻ മാത്രം. എന്തെങ്കിലും ഒരു ആവശ്യം മുമ്പിലുണ്ടോ, നടുക്കടലിൽ പെട്ടു, ഫ്ലൈറ്റൊക്കെ ടർബുലൻസ് വരും, ഇങ്ങനെ എയർ പോക്കറ്റിൽ പെട്ട് ആകെ നമ്മൾ വിചാരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് ചാടുന്നു. ചാടലൊന്നുമില്ല, പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വീഴാറ് വളരെ കുറവാ. ഈ ലാൻഡ് ചെയ്യുമ്പോഴോ പൊങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുള്ളൂ. സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര കെലിമൊക്കെ കേൾക്കാം. യാ അല്ലാഹ്, അതുവരെ ഗെയിം കളിച്ചിരിക്കുക. കാരണം ഇതങ്ങ് ആടാൻ തുടങ്ങിയാൽ അതുവരെ സിനിമ കണ്ടോ മുഴുവൻ നിർത്തിച്ചിട്ട് പിന്നെ മുസാഫ് തപ്പിത്തരാ ആകാശത്തെ. അതുവരെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാൽ അപ്പം അങ്ങോട്ട് തുടങ്ങും ചൊല്ലലും പിടിക്കലും. ഇത് വക്കത്ത് നിന്ന് ഇബാദത്ത് ചെയ്യാന്നതിന് പറയാം. വക്കിൽ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വീഴാന്നാണ് തുടങ്ങിയ അപ്പോൾ അവിടെ നിൽക്കും, വക്കിൽ നിൽക്കും. കുറച്ചേ ചെയ്യുള്ളൂ. അവിടെ നിന്ന് വക്കിന്നങ്ങ് പോന്നാൽ പിന്നെ ഓരോരോ വഴിക്കങ്ങ് പോവുകയും ചെയ്യും. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അള്ളാഹിനെ പിന്നെ ടെസ്റ്റ് ചെയ്യണ്ട. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, അള്ളാഹിന്റെ മുറാദതാണ്. ആ മുറാദിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യാൻ, എന്നല്ലാതെ എനിക്ക് അള്ളാഹിനത് കിട്ടേണ്ട ചില മുറാദുണ്ട്, അതിനു വേണ്ടിയല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മുറാദുണ്ടെങ്കിൽ നേർച്ചയാക്കിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെന്നറിയോ, ആ മുറാദ് ഹാസിലായാലും ഇല്ലെങ്കിലും ഇബാദത്ത് മുടക്കാൻ പാടില്ല. ചിലർ അങ്ങനെയാ. എന്തെങ്കിലും ആവശ്യം, ഒരു രോഗമുണ്ട്, ആ രോഗം മാറിയ പിന്നെ ചൊല്ലാൻ പറഞ്ഞ ദിക്റൊക്കെ അവിടെ ഇട്ടേച്ചു പോകും. ഇനി മതി, സംഗതി നടന്നല്ലോ, ഇനിയിപ്പോൾ എന്തിനാ. അങ്ങനെയല്ല. യാ ഹാദാ ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. അള്ളാന്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടാനല്ല നീ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ ചില ലാഭങ്ങൾക്കല്ല. പിന്നെയോ അള്ളാഹു എന്തിനാണോ നിന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതിനാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്.